കണ്ണൂർ ജില്ല എക്കാലത്തെയും CPM-ന്റെ പാർട്ടി കോട്ട തന്നെയാണ്. ഈ കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പിനടുത്ത് മാങ്ങാട്ടിടം എന്ന് പറയുന്ന ഒരു ഗ്രാമപഞ്ചായത്തുണ്ട്. അവിടെ കൈതേരി എന്ന് പറയുന്ന ഒരു പാർട്ടി ഗ്രാമമുണ്ട്. ഈ പാർട്ടി ഗ്രാമത്തിൽ ശിശുമിത്ര എന്ന് പറയുന്ന ഒരു ബഡ് സ്കൂളുണ്ട്. ഈ ബഡ് സ്കൂളിൽ 14 വിദ്യാർത്ഥികളും ഒരു 3 അധ്യാപകരും ഒരു ആയയും ഒരു ഹെൽപ്പറുമാണ് ഉള്ളത്. ഇവിടെ നിന്നും വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത് ഈ ബഡ് സ്കൂളിൽ, അതായത് ഭിന്നശേഷിക്കാരായിട്ടാണ് 75% മുകളിൽ ഭിന്നശേഷിയുള്ള കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. ഈ കുട്ടികളെ അവിടെ അധ്യാപകർ പൂട്ടിയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. കസേരയിലിരുത്തി കയറുകൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു രക്ഷകർത്താവ് അവരുടെ കുട്ടിയെ കാണാൻ വേണ്ടി സ്കൂളിലേക്ക് ചെന്നപ്പോൾ അവർക്ക് കാണാൻ കഴിയുന്ന കാഴ്ച തൻ്റെ മകനെ ഒരു കസാരയിലിട്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. ഈ കെട്ടിവെച്ചതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമായിട്ട് അവർ പറയുന്നത് ഇത് ഒരു CPM പാർട്ടി ഏരിയയാണ്, അല്ലെങ്കിൽ പാർട്ടി ഗ്രാമം തന്നെയാണ്. അവിടെ പാർട്ടിയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. അവിടുത്തെ അധ്യാപകരാണെങ്കിൽ പോലും പാർട്ടിക്കാരാണ്. അത് ഒരു അധ്യാപക അവിടുത്തെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്, മറ്റുള്ള ഒരു അധ്യാപക ലോക്കൽ കമ്മിറ്റി അംഗത്തിൻ്റെ ഭാര്യയാണ്, മറ്റൊരാൾ ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഭാര്യയാണ്. അങ്ങനെ ഇവരെല്ലാം പാർട്ടി പരമായിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ വളരെയധികം രാഷ്ട്രീയമുള്ള ആളുകളാണ്. ഈ സ്കൂളിനെ പലപ്പോഴും അവരുടെ ഒരു പാർട്ടി ഓഫീസായിട്ടാണ് കണക്കാക്കുന്നത്. യോഗങ്ങൾ കൂടാനും CPM-ന്റെ യോഗങ്ങൾ കൂടാനും അവിടെയുള്ള ആളുകൾക്ക് വരാനും അങ്ങനെയുള്ള ഇടമായിട്ടാണ് പലപ്പോഴും ഇവർ ഈ സ്കൂളിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കൊച്ചു കുട്ടികളെ, അതായത് ഭിന്നശേഷിക്കാരാണ്, അവരെ ശുശ്രൂഷിക്കേണ്ട ഇവർ തന്നെ അവരെ കെട്ടിയിടുക. അതിനുശേഷം ഇതിനു മുമ്പിട്ടൊരു വിഷയമുണ്ടായിട്ടുണ്ട്. ഈ രക്ഷകർത്താക്കൾ വിദ്യാർത്ഥിയുടെ ശരീരത്തെ പാടുകൾ കണ്ട്, അതായത് നല്ല രീതിയിൽ അടിച്ചേക്കുന്ന പാടുകൾ കണ്ട് ഈ അധ്യാപകരോട് ചോദിച്ചിട്ടൊക്കെ അധ്യാപകർ ഒരു മറുപടിയും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത്. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന ഭിന്നശേഷി വകുപ്പ് കമ്മീഷണർക്ക് ഇവരുടെ രക്ഷകർത്താക്കൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ഒരു വിഷയത്തെക്കുറിച്ച്. ഈ വിഷയത്തിൽ അവരുടെ സ്കൂൾ പ്രിൻസിപ്പലിന്റെ നിർദ്ദേശപ്രകാരമാണ് ആ കുട്ടിയെ കെട്ടിയിട്ടതെന്നാണ് അധ്യാപകർ പറയുന്നത്. കാരണം ഭിന്നശേഷി കുട്ടികളാണ്, അവർ എഴുന്നേറ്റ് നടക്കുക അല്ലെങ്കിൽ കൂടുതൽ ശല്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് കെട്ടിയിട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ഭിന്നശേഷി സ്കൂളുകൾ നടത്തുമ്പോൾ തന്നെ അവർക്ക് അതിൻ്റെതായ നിയമവശങ്ങളൊക്കെ ഉണ്ട്. ഇത്തരത്തിൽ കുട്ടികളെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഭിന്നശേഷി കുട്ടിയാണ്, അപ്പോൾ അവർ അക്രമാസക്ത ആവുന്ന രീതിയിലുള്ള കുട്ടികളുണ്ട്. അല്ലെങ്കിൽ അവർക്ക് അതുകൊണ്ട് തന്നെയല്ലേ ഭിന്നശേഷി എന്ന് പറയുന്നത്. അവർക്ക് നമ്മൾക്ക് സാധാ കുട്ടികൾ പെരുമാറുന്നതിനെക്കാട്ടിൽ കുറെ കൂടെ വയലന്റ് ആയിരിക്കും, കുറെ കൂടെ കുസൃതിയുള്ള കുട്ടികളായിരിക്കും അവർ. അപ്പോൾ അവരെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ അവരെ എത്രത്തോളം നന്നായിട്ട് കെയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ അധ്യാപകരുടെ ജോലി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു അധ്യാപകരുടെ ഈ ഒരു ജോലി അവർ മറന്ന് ഇത്രയും കുട്ടികളെ ഉപദ്രവിക്കുന്നുണ്ട് എങ്കിൽ അത് ഒരു പാർട്ടിയുടെ പിൻബലം കൊണ്ട് തന്നെയായിരിക്കും. അതെ, രക്ഷകർത്താക്കളൊന്നും ഇത് പരാതിപ്പെടാൻ ചെയ്യില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പാർട്ടി നടത്തുന്ന ഒരു സ്കൂളാണ്, അല്ലെങ്കിൽ പാർട്ടിക്കാരാണ് ഈ സ്കൂളിന്റെ മൊത്തത്തിലുള്ള അധികാരം കൈയാളുന്നത്. എന്തെങ്കിലും വിഷയമായി ഇവർ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾ പാർട്ടിപരമായിട്ട് സംസാരിച്ച് തീർക്കും, അല്ലെങ്കിൽ രക്ഷകർത്താക്കളെ ഭീഷണിപ്പെടുത്തുകയോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ശിശുക്ഷേമ സമിതിയിൽ നടന്ന വിഷയത്തെപ്പറ്റി നമ്മൾ കണ്ടതായിരുന്നു. അവിടുത്തെ ആയമാര് കുട്ടികളെ എത്രത്തോളം ക്രൂരമായിട്ടായിരുന്നു മർദ്ദിച്ചതെന്ന്. അതിന്റെ പിന്നാലെ പോയി നോക്കിക്കഴിഞ്ഞാലും എല്ലാവർക്കും പാർട്ടിയുടെ പിന്തുണ ഉണ്ടായിരുന്നു. പാർട്ടി നിയമിച്ച ആൾക്കാരായിരുന്നു. ഇതിനു മുൻപും സസ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും പാർട്ടി തിരഞ്ഞെടുത്ത ആൾക്കാർ അവർ വീണ്ടും കയറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കറിയാം എത്രത്തോളം അവർക്ക് അങ്ങനെ കുട്ടികളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹം കൊണ്ടോ ഒന്നും ആയിരിക്കില്ല പലപ്പോഴും ഇത്തരം സ്ഥാനത്തേക്കൊക്കെ എത്തുന്നത്. പാർട്ടിയുടെ പിൻബലം കൊണ്ട് ഒരു സ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെ, എത്രയോ ടീച്ചർമാർ കുട്ടികളെ അവരുടെ മക്കളെ പോലെ നോക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അവർക്കറിയാം, അവർ കുറെ കൂടെ അവർക്ക് അത്രയും ചിന്തിക്കാനുള്ള ശേഷി. ഇവരെല്ലാം കൂടുതലും പിൻവാതിൽ നിയമനത്തിലൂടെ വന്ന ആളുകളാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുള്ള ആളുകളാണ്. അപ്പൊ ഇവരെ തൊട്ട് കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഇവരുടെ മുതിർന്ന നേതാക്കന്മാർ ഇടപെടും. ഇപ്പൊ ഈ ഒരു വിഷയമായിട്ട് പറയുകയാണെങ്കിൽ അവിടെ ആളുകൾ ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്ന ഒരു വിഷയമുണ്ട്. അവിടുത്തെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗവും ആയിട്ടുള്ള ടീച്ചറും ഒരു ലോക്കൽ സെക്രട്ടറിയുമായിട്ട് ഒരു ബന്ധമുണ്ടെന്നും അതിനെ ചൊല്ലി ഭയങ്കരമായിട്ടുള്ള വിഷയങ്ങളാണ് ആ സ്കൂളുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. പലപ്പോഴും സ്കൂളിൻ്റെ ചുവരുകളിൽ ആളുകൾ വന്നിട്ട് പോസ്റ്ററൊക്കെ ഒട്ടിച്ച് വെക്കുന്ന രീതിയിലൊക്കെ അവിടെ വിഷയം പോകുന്നുണ്ട്. അപ്പോൾ ആളുകൾക്കുള്ള ഉന്നയിക്കുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ഈ വിഷയങ്ങൾ കൂടുതൽ ഇടപെടുന്നത്. അതായത് ഇതുകൂട്ട് എന്ത് ആരോപണം ഉണ്ടായാലും അദ്ദേഹമാണ് ഈ കാര്യങ്ങളെല്ലാം സോൾവ് ആക്കി കൊടുക്കുന്നത്. ഇദ്ദേഹം അവിടുത്തെ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുകയാണ് ആ ഒരു സ്കൂള് ഉണ്ടാക്കിയത്. അതുമായി ബന്ധപ്പെട്ട് ആ സ്കൂളിൻ്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്കും അദ്ദേഹം അവിടെ ചെല്ലുകയാണ്. അല്ലെങ്കിൽ ആ സ്കൂളുമായിട്ടൊരു ആവശ്യവുമില്ലാത്ത കാര്യങ്ങൾക്കാണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ ചെന്ന്, സ്കൂളൊരു പാർട്ടി ഓഫീസ് പോലെയല്ല പ്രവർത്തിക്കുന്നത്, അപ്പം സ്കൂളിലേക്കാണ് കൂടുതൽ സമയം പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ വരുന്ന വിഷയങ്ങൾ, അതായത് കുട്ടികളെ ഉപദ്രവിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ പോലും, കുട്ടികളെ നോക്കാത്ത വിഷയങ്ങളാണെങ്കിൽ പോലും, ഇതെല്ലാം ഒതുക്കി തീർന്നത്
പല രക്ഷകർത്താക്കളും പരാതിയുമായിട്ട് മുന്നോട്ട് പോകാത്തതിൻ്റെ കാര്യം പാർട്ടി ഗ്രാമമാണ്. എന്തെങ്കിലും ആരോപണവുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പാർട്ടി ഇടപെടും, പാർട്ടി ഭീഷണിപ്പെടുത്തും. പാർട്ടി അറിയാലോ, പാർട്ടിക്കാരെ എതിർത്ത് കഴിഞ്ഞാൽ അവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവർ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് തന്നെ ഈ ആളുകൾക്കെല്ലാം പേടിയാണ്. ഈ രക്ഷകർത്താക്കളെല്ലാം തൻ്റെ മക്കൾക്ക് അടി കിട്ടിയാൽ അല്ലെങ്കിൽ തൻ്റെ മക്കളെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഭിന്നശേഷിക്കാരാണ്, അപ്പോൾ അവരെ നോക്കേണ്ട കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവരെ കെട്ടിയിടുകയോ പൂട്ടിയിടുകയോ ഒന്നും ചെയ്യരുത് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അവർ ഭയങ്കര കൗതുകമുള്ള കുട്ടികളാണ്. അത് സാധാരണ കുട്ടികളെക്കാളും കൗതുകം കൂടുതൽ ആളുകളാണ്. അപ്പോൾ അവരെ കൃത്യമായിട്ട് നോക്കേണ്ട മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ലംഘിച്ചുകൊണ്ട് ആ കുട്ടികൾ എങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി കയറ് കെട്ടി ഒരു അടിമയെ പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, അത് പറയാൻ വാക്കുള്ള ആ രീതിയിൽ കെട്ടിയിട്ട് ഉപദ്രവിക്കുക. കെട്ടിയിടുമ്പോൾ എന്തായാലും കുട്ടികൾ അലറും. ആ അലറാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് അടിക്കുകയാണ്. എന്ത് തന്നെയാണെങ്കിലും ഇതെല്ലാം തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ പാർട്ടി എത്ര വലിയ പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും, പാർട്ടി അധികാരത്തിലാണെങ്കിലും, പാർട്ടിയാണ് ഇതെല്ലാം നോക്കുന്നതെങ്കിലും ഒരു കാര്യം ചിന്തിക്കുക. നിങ്ങൾക്കും ഇതേ കൂട്ടുള്ള മക്കളുണ്ടെങ്കിൽ, നിങ്ങളുടെ മക്കൾക്കും ഈ ഒരു അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങളുടെ മനസ്സും വേദനിക്കും. അതിലെ പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ കുട്ടി അമ്മ വന്ന സമയത്ത് അത് മൂത്രം ഒഴിച്ചിട്ട് അതിൻ്റെ ഉടുപ്പ് മുഴുവൻ നനഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥയാണ് അധ്യാപികമാരുടെ. സാധാ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പറയുമായിരിക്കും, പക്ഷെ ഇത്തരം കുട്ടികൾ ചിലപ്പോൾ പലപ്പോഴും പറയുക പോലുമില്ല. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ അധ്യാപകമാരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത്. പക്ഷേ അധ്യാപനത്തിനെക്കാട്ടിലും പാർട്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ പാർട്ടി മീറ്റിങ്ങുകളായിരിക്കും കൂടുതലായിട്ട് കൂടുന്നത്. അതായത് ഇവരെ നോക്കാൻ സമയമൊന്നുമില്ല. പാർട്ടി മീറ്റിംഗ് അല്ലേ, 24 മണിക്കൂറും പാർട്ടി മീറ്റിംഗുമായിട്ട് പോകുന്ന ആളുകൾക്ക് മറ്റെന്താണ്, കുട്ടികളെ നോക്കാൻ കഴിയില്ല. കുട്ടികളെ നോക്കാതെ കുട്ടികൾ അവിടെ കെട്ടിയിട്ടിട്ട് വേറെ പണിയും നോക്കി പോവുകയാണ്. പക്ഷെ അത് എൻ്റെ അറിവിൽ പാർട്ടി ഫണ്ടിൽ നിന്നല്ല ഇത്തരം ഭിന്നശേഷി സ്കൂളുകളൊക്കെ നിർമ്മിക്കുന്നത്. അത് നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ നിന്ന് തന്നെയാണ് ആ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇത്തരം കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത്. അത്തരം കെട്ടിടങ്ങളിൽ ഇങ്ങനെ പാർട്ടിയിലെ പ്രകാരം കമ്മിറ്റി കൂടാനുള്ള അധികാരമൊന്നും ആരും കൊടുത്തിട്ടില്ല. ഇനി പാർട്ടിയുടെ ജില്ല ആയതുകൊണ്ടോ അല്ലെങ്കിൽ പാർട്ടിയുടെ പഞ്ചായത്ത് ആയതുകൊണ്ടോ അതിനുള്ള അധികാരം ആർക്കും കൊടുക്കുന്നില്ല. പാർട്ടി ഗ്രാമമല്ലേ, വെച്ചേക്കൂ. ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാല് ഒരു പാർട്ടി വിഷയാവത്തില്ലേ? ഭാഗമല്ലല്ലോ നമ്മുടെ ഭരണഘടനയും നിയമവ്യവസ്ഥയും. അതെ, നമ്മുടെ ഭരണഘടന ഒരു പാർട്ടിക്കും അടിമപ്പെട്ടിട്ടില്ല. പാർട്ടിക്ക് എല്ലാ പാർട്ടികൾക്കും അതീതമാണ് നമ്മുടെ ഭരണഘടന. എല്ലാവർക്കും കൃത്യമായിട്ട് അവരുടെ നീതി ഉറപ്പാക്കേണ്ടതുണ്ട്.